ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ മുമ്പത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ ചെയ്തു തരാം. എന്ന് വെച്ചാൽ അതൊരു ചെറിയ വീഡിയോ മതി. അപ്പോൾ നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൻ്റെ വീഡിയോ ഫസ്റ്റ് പോകാം. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ വന്നിട്ട് ഡിസൈൻ ഓഫ് IIR ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ തേർഡ് മൊഡ്യൂളിൽ എന്താ പഠിച്ചത്? ഡിസൈൻ ഓഫ് FIR ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്. അപ്പോൾ ഈ FIRും IIRും എന്താ? നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് സ്റ്റെപ്സിലേക്ക് പോകാമെന്ന് ചെയ്ത്. FIRും IIRും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എന്താണ് IIR, എന്താണ് FIR? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് കേട്ടോ. IIR എന്നും FIR എന്നും, അതായത് റിക്കർസീവ് റിയലൈസേഷൻ, നോൺ റിക്കർസീവ് റിയലൈസേഷൻ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സാണ് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. റിക്കർസീവ് റിയലൈസേഷനിൽ അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു കറണ്ട് ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ആ കറണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഔട്ട്പുട്ട്സിനെയും പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്സ്, അതുപോലെ തന്നെ പ്രീവിയസ് ഔട്ട്പുട്ട്സ്, പാസ്റ്റ് ഔട്ട്പുട്ട്സ്. അപ്പോൾ പാസ്റ്റ് ഔട്ട്പുട്ട്സിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയും. അതാണ് നമ്മുടെ IIR എന്ന് പറയുന്ന റിക്കർസീവ് റിയലൈസേഷൻ. നോൺ റിക്കർസീവിനകത്ത് പ്രസൻറ്റ് ഔട്ട്പുട്ട് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇൻപുട്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ നോൺ റിക്കർസീവ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയും. ഓക്കെ, ഇനി അപ്പം അതാണ് ഈ IIRും FIRും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് IIR ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ കുറിച്ചാണ്, അതിൻ്റെ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്ന ടോപ്പിക്ക് IIR ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻ മെത്തേഡ്. അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഹിയർ ദ IIR ഫിൽറ്റർ ഈസ് ഡിസൈൻ സച്ച് ദാറ്റ് ദ യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് H of n ഈസ് ദ സാമ്പിൾഡ് വേർഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് അനലോഗ് ഫിൽറ്റർ. ഓക്കെ, അങ്ങനെയാണ് നമ്മളതിനെ സാമ്പിൾ ചെയ്യുന്നത്. അതായത് H of n എന്ന് പറഞ്ഞ ഇമ്പൾസ് റെസ്പോൺസ് അനലോഗ് ഫിൽറ്ററിൻ്റെ സാമ്പിൾഡ് വേർഷൻ, അതായത് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ അതേ മോഡലിലുള്ള ഒരു അനലോഗ് ഫിൽറ്ററിൻ്റെ സാമ്പിൾഡ് വേർഷൻ, ഇമ്പൾസ് റെസ്പോൺസിൻ്റെ സാമ്പിൾഡ് വേർഷൻ ആയിരിക്കും ഈ ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളതിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ നമുക്കൊരു ഇമ്പൾസ് റെസ്പോൺസിൻ്റെ, അതായത് H of n എന്നുള്ളതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമിനെ നമ്മൾ H of z എന്ന് പറയും. സോ സെറ്റ് ട്രാൻസ്ഫോം H of z വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n is equal to 0 to infinity H of n into z raised to minus n. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ z എന്നുള്ളതിന് e⁻⁻st എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ H of z വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി H of n ഇൻറ്റു e⁻⁻st ഇൻറ്റു എന്ത് വരും? ഇവിടെയുള്ള n. So that is equation number 2. Now let us substitute s is equal to sigma plus j ohm and z is equal to re പവർ j omega എന്നിങ്ങനെ നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. സോ വി ഹാവ് z is equal to e⁻⁻st എന്ന് e⁻⁻st ആണ്. സോ z is equal to e⁻⁻st നമുക്കിവിടെ അറിയാവുന്ന കാര്യമാണല്ലേ, അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യമാണ്. നൗ 1/s-a എന്നുള്ളതിനെ e പവർ ആൽഫ ടി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? re പവർ j omega വിൽ ബി ഈക്വൽ ടു re പവർ j omega എന്ന് വെച്ചാൽ z ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ എസ്സിന് വരെ നമ്മൾ സിഗ്മ പ്ലസ് j ഓം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ എന്ത് വരും? e⁻⁻st എന്നുള്ളത് വരും e⁻⁻ പ്ലസ് j ഓം ഇൻറ്റു ടി, കോമൺ ആയിട്ട് ടി വരും. ഇനി re പവർ j omega വിൽ ഓൾസോ ബി ഈക്വൽ ടു, നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ e പവർ സിഗ്മ ടി ഇൻറ്റു e പവർ j ഓം ടി എന്ന് വരും. നൗ ലെറ്റ് us കമ്പയർ ദ ടേംസ്. r is equal to e പവർ സിഗ്മ ടി ആൻഡ് ഒമേഗ ഈസ് ഈക്വൽ ടു ഓം ടി അല്ലേ. നമുക്ക് ഈ ടേംസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? r is equal to e പവർ ഓം സിഗ്മ ടി ആണ്, അതുപോലെ ഒമേഗ വിൽ ബി ഈക്വൽ ടു ഓം ടി. ഓക്കെ, സോ ഇതിനകത്ത് r എന്ന് പറയുന്നത് നമ്മൾ മാഗ്നിറ്റ്യൂഡും ഒമേഗ എന്ന് പറയുന്നതിനെ നമ്മൾ ആംഗിൾ എന്നുമാണ് പറയുന്നത്. Now let HA of S be the transform function of the analog filter. Analog filter transform function ആണ് HA of S എങ്കിൽ it will be equal to summation k is equal to 1 to n ck divided by s minus pk. So ഈ പി കെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നോർമലി ഒരു എന്താ പറയുക, ഒരു സ്ക്വയർ ഡിഗ്രി ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ അതിന് എന്തുണ്ടാവും? 2 റൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, അത് തന്നെയാണ് ഈ പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി CK എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് പാർഷ്യൽ ഫംഗ്ഷൻ. ടേക്കിംഗ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് ഇപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ
അതായത് എച്ച് എ ഓഫ് എസ് എന്നുള്ളതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇതിൻ്റെ എച്ച് എ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് എ ഓഫ് ടി ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n സി കെ ഇൻറ്റു ഇ പവർ പി കെ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. Now let t is equal to n into capital T. ഈ ടീനെ നമ്മൾ n into capital T എന്ന് എഴുതുകയാണ്. So equation number 4 will become h of n is equal to, so tക്ക് പകരം നമ്മൾ എന്തെഴുതും? h of n എന്ന് എഴുതും. So h of n is equal to summation k is equal to 1 to n ck into e power pk into nt. Equation number 5. Now substituting 5 in 1, h of z will be equal to summation n equal to 0 to infinity summation k is equal to 1 to n. അതായത് ഈ 5നെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ, കാരണം ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. ഇവിടുത്തെ ഈ എച്ച് ഓഫ് എന്നിന് പകരമാണ് നമ്മളിപ്പം കിട്ടിയ എച്ച് ഓഫ് എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. നൗ ഇഫ് വി സിംപ്ലിഫൈ ദിസ് വിൽ ഗെറ്റ് സി കെ നമുക്ക് പുറത്തെടുക്കാം, കെ ഇങ്ങോട്ടേക്ക് എടുക്കാം, കാരണം കെയുടെ വരുന്നത് ഇതിനകത്ത് സി കെ ആണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട് സൈഡ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇക്വേഷൻ ഈ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1. K will be taken outside and rest of the equation is summation n equal to 0 to infinity e raised to pkt into z power minus 1 whole raised to n. Now h of z will be equal to summation k is equal to 1 to n ck divided by 1 minus e power pkt into z power minus 1. ഈ z power minus 1 അപ്പർ ഇതായിട്ടല്ല എഴുതുന്നത്, എന്താ നമ്മൾ നോർമൽ തന്നെയാണ്. ഓക്കെ, അതായത് എന്താ പറയുന്നത്, പവറായിട്ടല്ല എഴുതുന്നത്, താഴെ തന്നെയാണ് കേട്ടോ, ഇവിടെ താഴെ തന്നെയാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ റിട്ടേൺ ആസ് ലൈക്ക് ദിസ്. സോ റെസ്റ്റ് ഓഫ് ദി ഇക്വേഷൻ എന്താണ് നമുക്ക്? ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയ ഇക്വേഷനാണ് എന്ത്? എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സി കെ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n സി കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ പവർ പി കെ ടി ഇൻറ്റു സെഡ് പവർ മൈനസ് 1. അതാണ് നമ്മുടെ എച്ച് ഓഫ് സെഡ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ സ്റ്റെപ്സിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സാണ്, അതായത് നമ്മൾ ട്രാൻസ്ഫോം ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇനി സാമ്പിളിംഗ് റേറ്റ് ഹൈ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇറ്റ് വിൽ ബി ടി സി കെ എന്ന് വരും, ന്യൂമറേറ്ററിൽ ടി ഇൻറ്റു സി കെ എന്ന് വരും. ഓക്കെ, സോ ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ടു ഡിസൈൻ എ ഡിജിറ്റൽ ഫിൽറ്റർ. നമുക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ ഫിൽറ്റർ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ. ഫോർ ദ ഗിവൺ സ്പെസിഫിക്കേഷൻസ് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് അനലോഗ് ഫിൽറ്റർ. നമ്മൾ അനലോഗ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. സെലക്ട് സാമ്പിളിംഗ് റേറ്റ് ഓഫ് ദ ഡിജിറ്റൽ ഫിൽറ്റർ. എന്ത് ചെയ്യണം? സാമ്പിളിംഗ് റേറ്റ്, ഡിജിറ്റൽ ഫിൽറ്ററിന് എത്ര സാമ്പിളിംഗ് റേറ്റ് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. എക്സ്പ്രസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആസ് എ സം ഓഫ് പോൾസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് പോൾസ് എന്ന്, അതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പോൾസിൻ്റെ ഒരു സം ആയിട്ട് നമ്മൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യണം. അതായത് എച്ച് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ ഫംഗ്ഷനെ സം ഓഫ് പോൾസ് അങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. നൗ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പ്യൂട്ട് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദ ഡിജിറ്റൽ ഫിൽറ്റർ യൂസിംഗ് ദ ഫോർമുല എച്ച് ഓഫ് സെഡ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n ടി സി കെ ഡിവൈഡ് ബൈ 1 മൈനസ് ഇ പവർ പി കെ ഇൻറ്റു ടി പവർ സെഡ് മൈനസ് 1. സോ അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഫസ്റ്റ് കാണാൻ നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഇതാ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടാണ് നമ്മളിവിടെ എന്താ പറയുക ലാസ്റ്റത്തെ എച്ച് ഓഫ് സെഡ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം കൂടി ഞാൻ പറയാം. ഫസ്റ്റ് ഫൈൻഡ് എച്ച് ഓഫ് z if h of s is equal to 2 by s plus 1 into s plus 2. അപ്പോൾ ഈ മോഡൽ ഇക്വേഷൻ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇവ തന്നിട്ടുണ്ട് അസ്യൂം t is equal to 1 second എന്ന് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്ലൈയിങ് ദ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫംഗ്ഷനകത്ത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫംഗ്ഷൻ എസ് ഓഫ് എസിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ 2 ഡിവൈഡ് ബൈ s plus 1 into s plus 2 will be equal to a by s plus 1 plus b by s plus 2. 2 will be equal to a into s plus 2 plus b into s plus 1. ഡിനോമിനേറ്റർ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് 2 ഈക്വൽ ടു എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. സോ പുട്ട് എസ് ഇസ് ഈക്വൽ ടു -2. ഇനി നമ്മളിത് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഓരോന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? സോ എസ് ഇസ് ഈക്വൽ ടു -2 ആകുമ്പോൾ ഇത് 0 ആയി പോകും. സോ 2 will be equal to b into s plus 1 എന്ന് വരും. So we'll get b is equal to -2.
അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു -1 ഇനി നമ്മൾ കൊടുക്കുന്ന എസ് ഇസ് ഈക്വൽ ടു -1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എയുടെ വാല്യൂം കിട്ടും. എ ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ബിക്കോസ് ബി ഇസ് ഈക്വൽ ടു -2 ഹിയർ വി ആർ ഗിവിംഗ് minus sign. To find the poles of the transfer function h of s, equate the denominator to 0. അപ്പോൾ ഇനി നമുക്ക് പോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിനോമിനേറ്ററിന് നമ്മൾ 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. സോ P1 ഇസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0, അതുപോലെ P2 ഈക്വൽ ടു -2. അപ്പോൾ നമ്മൾ എസ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ P1 കണ്ടുപിടിക്കും. എസ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, P2 കണ്ടുപിടിക്കും. സോ എച്ച് ഓഫ് സെഡ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n TCK ഡിവൈഡ് ബൈ 1 മൈനസ് ഇ പവർ PK ഇൻറ്റു ടി ഇൻറ്റു സെഡ് പവർ -1. നമ്മളിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനിലേക്കാണ്, അല്ലേ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ പറഞ്ഞു. സോ ഇനി നമ്മൾ നമ്മുടെ എച്ച് ഓഫ് സെഡ് എന്താണെന്ന് എഴുതാണ്, ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ എന്താണ്, ഇനി നമ്മൾ എന്താ എഴുതുന്നത്, നമ്മൾ കണ്ടുപിടിച്ച പോൾസ്, അതായത് 2ഉം -2ഉം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. സോ 2 അതായത് എ ഈക്വൽ ടു 2 ബി ഇസ് ഈക്വൽ ടു -2 നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ എഴുതിയ ഇക്വേഷനാണ് എന്ത്, 2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 മൈനസ് 2 ഡിവൈഡ് ബൈ എസ് മൈനസ് 2. സോ ദാറ്റ് 2 ഡിവൈഡഡ് ബൈ ഇനി എസ് പ്ലസ് 1 നമ്മളിവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, 1 മൈനസ് ഇ പവർ, ഇനി അവിടെ കെയുടെ വാല്യൂ അതായത് ഇ പവർ -1 ഇൻറ്റു നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളിവിടെ 1 കൊടുക്കുന്നത്, ബിക്കോസ് ടി ഇസ് ഈക്വൽ ടു 1 സെക്കൻഡ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ ടിക്ക് നമ്മൾ 1 എന്ന് കൊടുക്കും. സോ -1 ഇൻറ്റു 1 ഈ ഇതെങ്ങനെയാണ് വന്നത്, ഇ പവർ പി കെ എന്ന് പറഞ്ഞാൽ ഇ പവർ P1 ഇ പവർ P2, അതാണ് P1 നമ്മൾ -1 കൊടുത്തു, അതാണ് -1 ഇൻറ്റു 1. അതുപോലെ P2 ആണ് -2. അപ്പോൾ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സോ 2 ഡിവൈഡ് ബൈ 1 മൈനസ് ഇ പവർ -1 ഇൻറ്റു 1 ഇൻറ്റു സെഡ് പവർ -1 മൈനസ് 2 ഡിവൈഡ് ബൈ 1 മൈനസ് ഇ പവർ -2 ഇൻറ്റു 1 ഇൻറ്റു സെഡ് പവർ -1. ഓക്കെ, അത് നമ്മൾ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ പവർ -1 ഇൻറ്റു സെഡ് പവർ -1. അതേപോലെ ഇവിടെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് വരും, പിന്നെ ഡിവൈഡഡ് ബൈ എന്ന് എഴുതുന്നു. ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 0.46 ഇൻറ്റു സെഡ് പവർ -1. അതായത് ഈ 2ഉം ഈ 2 കൂടെ ക്യാൻസലായി പോവും. റെസ്റ്റ് ഓഫ് ദ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും, മേലെയുള്ള ബാക്കിയുള്ളത് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക സബ്ട്രാക്ഷനാണ് വരുന്നത്. 0.73 മൈനസ് 0.27 എന്നാണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി 0.46 സെഡ് റേസ് ടു -1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.502 ഇൻറ്റു സെഡ് പവർ -1 പ്ലസ് 0.049 സെഡ് പവർ -2. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, ഫസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ടു ദ ഇക്വേഷൻ. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ് ആൻഡ് ദെൻ വി ആർ ഫൈൻഡിങ് ദ പോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിനെ നമ്മൾ 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 2 ഡിനോമിനേറ്ററാണ് വരുന്നത്. എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ആയത് കാരണം എസ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് P1. S plus 1 equal to 0 ആണെങ്കിൽ S is equal to -1, that is the first pole. And S minus 2 equal to 0 ആണെങ്കിൽ, അതായത് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, S minus 2 equal to 0 ആണെങ്കിൽ S is equal to 2, S is equal to 2 ആണ് കേട്ടോ, ഇവിടെ S is equal to 2 ആണ് വരുന്നത്. So that is the second pole. Now we are substituting here ഇ റേസ് ടു എന്നുള്ളതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഓൾറെഡി മൈനസ് വന്നതുകൊണ്ടാണ് ഇവിടെ വീണ്ടും മൈനസ് വന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ഇക്വേഷനിൽ മൈനസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. സോ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം. ഇനി ബാക്കി പ്രോബ്ലം നാളെ ക്ലാസ്സിൽ തന്നെ നമുക്ക് പറയാം.